ഇഷ്ടം കൂടിയിട്ടും പല വിവാഹങ്ങളും തകരുന്നുണ്ടല്ലേ? കാരണം എന്തെന്നറിയോ? ബന്ധം ശക്തമല്ലാത്തത് കൊണ്ടൊന്നുമല്ല കേട്ടോ, സ്വാർത്ഥത ശക്തമായത് കൊണ്ടാണെന്ന് പറയാം. ഒന്നുകൂടെ ഞാൻ അടിവരായിട്ട് പറയാം, പൊസസീവ്നെസ് എന്നുള്ളതാണ് അതിനർത്ഥം. കാലം മാറിയതല്ല, നമ്മളൊക്കെ മാറിയതാണ്. ഒരു സമയത്ത് നമ്മളായിരുന്നു എല്ലാം ഉണ്ടായിരുന്നത്, ഇന്ന് എനിക്ക് എന്നായി മാറിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് വേദനയുണ്ട്, ഭർത്താവിന് തീയുമുണ്ട് മനസ്സിൽ. പക്ഷേ ഇരുവരും നഷ്ടപ്പെടുത്തുന്ന ബന്ധം മാത്രമാണെന്നുള്ളതാണ്. ഒരു ദിവസം ഒരുമിച്ച് ജീവിച്ച 2 പേര് കാലം കടന്നപ്പോഴേ, ഒരേ വീട്ടിൽ താമസിക്കുമ്പോഴേ ഒരേ മനസ്സിൽ ജീവിക്കാത്തവരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ദൂരങ്ങൾ കൊണ്ടൊന്നുമല്ല, സ്വാർത്ഥത കൊണ്ടാണെന്നാ പറയാം. അടിവരായിട്ടൊന്നും കൂടെ പറയാം, പൊസസീവ്നെസ് കൊണ്ടാണ്. സ്വാർത്ഥത എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വിവാഹം 2 പേർക്കുമുള്ള നമ്മൾ എന്ന യാത്രയാണ്. പക്ഷേ എവിടെയോ ഒരു ഘട്ടത്തിൽ എനിക്ക് എന്ന വഴിയായി മാറിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് വേണ്ടത് മനസ്സിലാക്കപ്പെടലും ഭർത്താവിന് വേണ്ടത് എന്താണെന്ന് ഒരു ബഹുമതിയുമാണ്. എന്നാൽ ഇരുവർക്കും ലഭിക്കുന്നത് ഒരു അഭ്യർത്ഥനകളല്ല, ഒരാളുടെയും ആത്മാവ് ക്ഷീണിപ്പിക്കുന്ന ആ കണക്കുകൾ മാത്രമാണെന്നാ പറയാം. ആര് കൂടുതൽ ചെയ്യുന്നു, ആര് കൂടുതൽ സഹിക്കുന്നു, ആരെല്ലാം കുറച്ച് എന്ന ഈ മത്സരത്തിൽ ആരും ജയിച്ചിട്ടില്ല എന്നുള്ളതാട്ടോ. ബന്ധം മാത്രം തോറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പരസ്പരം നോക്കി തിരിച്ച ആ കണ്ണുകളൊക്കെ ഉണ്ടല്ലോ, കാലം കടന്നപ്പോൾ പരസ്പരം സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒന്നും കൂടെ ഞാൻ അടിവരായിട്ട് പറയാൻ, സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഒരിക്കൽ കൈപ്പിടിച്ചെന്നവർ എനിക്ക് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് മാത്രം വേണ്ടുന്ന സ്വാർത്ഥമായ വാക്കുകളിൽ വേർതിരിയുന്നുണ്ട് എന്നുള്ളതാണ്. വിവാഹം പണവും ബഹുമതിയും പ്രാധാന്യവും അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ആവശ്യവും മാത്രമാണെന്ന് വിചാരിക്കരുത്. ഇതൊരു പങ്കെടുപ്പാണെന്ന് പറയാം. പക്ഷേ കൂടുതൽ വീടുകളിൽ പങ്കെടുക്കുന്നത് വിഷമം, പങ്കിട്ടത് വേദന, അതുപോലെ തന്നെ അവസാനിച്ചത് മൗനമൊക്കെയായിട്ടാണ്. ഒരു ബന്ധം തകർന്നു പോകുന്നത് ഒരു വലിയ പൊട്ടത്തെറിയിലൂടെ ഒന്ന് മാത്രമാണെന്ന് വിചാരിക്കേണ്ട. പതുക്കെ സംഭാഷണങ്ങൾ കുറയുമ്പോൾ, ക്ഷമ തീർന്നു പോകുമ്പോൾ, അതുപോലെ തന്നെ വഴങ്ങൽ അല്ലെങ്കിൽ അതില്ലാതെ ആകുമ്പോൾ, സ്വാർത്ഥത ഉയരുമ്പോഴൊക്കെയാണ്. സ്വാർത്ഥത ഉയരുമ്പോൾ ഒരു പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടത് 1 മിനിറ്റ് കേൾക്കാനൊരു ചെറിയ മനസ്സ് മാത്രമാണ്. ഭർത്താവിന് വേണ്ടത് ആ വ്യക്തിത്വൻ്റെ ഒരു ബഹുമാനവും മാത്രമായിരിക്കും. അങ്ങനെ ഒരു സ്ഥാനം മാത്രമേ ഭർത്താവിന് ആവശ്യമുള്ളൂ. പക്ഷേ നമുക്ക് അതിന് പകരം ചുമത്തുന്ന ആവശ്യങ്ങളാണ്. ഒരു ഉപദേശം വിവാഹത്തിൽ വഴങ്ങുന്നത് തോൽവിയാണെന്ന് വിചാരിക്കേണ്ട, അത് ജ്ഞാനമാണ്. ക്ഷമിക്കുക ദൗർബല്യമല്ല, അത് ബന്ധം നിലനിർത്തുന്ന ശക്തിയാണ് എന്ന. ബഹുമാനം നൽകുക എന്ന് പറയുന്നത് ഒരു ഫോർമാലിറ്റിയാണെന്ന് വിചാരിക്കേണ്ട ആരും, അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ജീവിതത്തിൻ്റെ അവസാനത്തിൽ പണം തന്നെയല്ല നമ്മളെ പിടിച്ചു നിർത്തുന്നതെന്ന് മനസ്സിലാക്കേണ്ട, സ്ഥാനം തന്നെയുമല്ല, നമ്മൾ നട്ടുപിടിപ്പിച്ച ബന്ധങ്ങളാണ് എന്നുള്ളതാണ്. അതിനാൽ അത് സ്വാർത്ഥത കൊണ്ട് നഷ്ടപ്പെടുത്താതിരിക്കുക നിങ്ങളെല്ലാവരും കേട്ടോ. പൊസസീവ് എന്നത് എന്താണെന്നറിയാം, ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒടുവിൽ ചോദിക്കേണ്ട ഒന്ന് മാത്രമാണ്, വിവാഹം നഷ്ടപ്പെടുത്താൻ നാം വരുന്നതല്ല, പക്ഷെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നാം വന്നതാണ് എന്ന്. അതുകൊണ്ട് സ്വാർത്ഥത അനവസരങ്ങളിൽ പൊസസീവ്നെസ് ഒഴിവാക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല കേട്ടോ, ഒരുപാട് സ്നേഹം മാത്രം. താങ്ക് യു.